ഈ ഗജവീരന്മാരെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മൾ കാണാറുള്ള സാധാരണ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നല്ല സുന്ദര കുട്ടപ്പന്മാരായി ഇവരാ സ്വരാജ് റൗണ്ടിന് മുന്നിലേക്ക് അവിടെ ആ തെക്കൻകാട് മൈതാനിയിലേക്ക് എഴുന്നള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇവരെങ്ങനെയാണ് എവിടെ നിന്നാണ് ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങുന്നത് എന്നുള്ള കാഴ്ച കൂടി നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതേ ഒട്ടനവധി ഗജവീരന്മാർ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അവരെ രാവിലെ കുളിപ്പിച്ചൊരുക്കുകയാണ്. അവരുടെ ആശാന്മാർ അതേ പൈപ്പൊക്കെ പിടിച്ച് അതേ അവിടെ നിൽക്കുന്നുണ്ട്. ഒരാള് കാലൊക്കെ നന്നായി ഭംഗിയായി തന്നെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇവരെ കുളിപ്പിച്ചൊരുക്കി കുട്ടപ്പന്മാരാക്കി പൂരപ്രേമികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ആ ശ്രമകരമായ പണി SKM നടക്കുന്നുണ്ട്. നമുക്ക് ചെന്നൈയിൽ നിന്ന് ഒരു പൂരപ്രേമി എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എവിടുന്നാ വരുന്നത്? I want actually coming from Chennai, native of Palakkad, കിഴക്കഞ്ചേരി. ഓക്കെ, ഞാൻ ഒരുപാട് ഫയൽ പ്രിപ്പയർ ചെയ്തിട്ട് ആനകളുടെ കുറിച്ചിട്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്ന് നമ്മുടെ തെച്ചിക്കോട്ടയം ദേവിദാസ്. ആനകളെല്ലാം ആനകളുടെ ലക്ഷണം നോക്കി പറയാൻ പറ്റും. പറയപ്പോൾ ഞാൻ ഒരു 40 കൊല്ലം ടച്ചില്ല. പഴയ ആനകളെ പറ്റി പറയാം. ആ ചൈത്രം വച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒരു പ്രത്യേകത, കുറച്ച് പ്രത്യേകത. ആന ഇപ്പൊ പ്രായമായി വളരെ നല്ല ഗാംഭീര്യമുള്ള ആനയാണ്. എവിടെ പോയത് നമ്പർ 1 ആണ്. പഴയ കാലത്തേക്ക് നല്ല 1982 ഈ ആന നമ്മുടെ ഇവിടെ വന്നത്. 70,000 രൂപയ്ക്കായി സ്വാമി വാങ്ങിയത്. ആര്? തൃശ്ശൂര്. അവിടുന്ന് തെച്ചിക്കോട്ടുകാർ വാങ്ങി. അന്ന് തൊട്ട് ആന ഇപ്പൊ നല്ല മഹത്വമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കുറിച്ച് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാനും പേഴ്സണലി തെച്ചിക്കോട്ടുകാവ് രാമന്റെ വളരെ വലിയ ആരാധകൻ കൂടിയാണ്. അത് മാത്രമല്ല, അതേ ഇങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുകയാണ്. ഈ ഗജവീരന്മാരുടെ ഒരു നീണ്ട നിര. ഇവരെല്ലാം തന്നെ കുറച്ച് കഴിയുമ്പോ സുന്ദര കുട്ടപ്പന്മാരായി കുളിച്ച് ഫ്രഷായി നേരെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ അവിടേക്ക് എത്തും. സ്വരാജ് റൗണ്ടൊക്കെ കടന്ന് നേരെ തെക്കൻകാട് മൈതാനിയിലേക്ക് എത്തും. പാപ്പാന്മാരൊക്കെ തന്നെ അണിനിരന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ പുറകെ തന്നെയായിരുന്നല്ലേ? പൂരം ഒരു ആവേശം തന്നെയാണല്ലേ ആനയും കൊണ്ട് വരുമ്പോഴത്തേക്ക്? തൃശ്ശൂർ പൂരം ആവേശത്തിന്റെ ആവേശം. എത്ര കാലമായിട്ടുണ്ട് ഈ പൂരത്തിന്റെ ഒപ്പം? ഒറ്റകളായി ഏത് ആനയുടെ കൂടിയാ നിലവിൽ? മറ്റേ അമ്പാടി അമ്പാടി പിന്നെ കൊണാർക്കണ പോലെയാണ്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഒക്കെ ഈ ആനകളെ തിരിച്ചറിയാൻ കഴിയുന്ന ആനക്കമ്പമുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് നിരന്നു നിൽക്കുകയാണ് നിങ്ങൾക്ക് മുന്നിൽ. ഉച്ചയോടുകൂടി എത്താൻ പോകുന്ന, അണിഞ്ഞൊരുങ്ങി എത്താൻ പോകുന്ന ഗജവീരന്മാർ.